സൂം അല്ലെ, ഇതൊക്കെ വെബ് ടൂവിന്റെ ആപ്ലിക്കേഷൻ ആണ്. പിന്നെ സൂം ആപ്ലിക്കേഷൻ, ഗൂഗിൾ പേ, ഫോൺ പേ, ഒരുപാട് സിസ്റ്റങ്ങൾ വന്നത് വെബ് ടൂലാണ്. പക്ഷെ എന്താണ് വെബ് ടൂവിൽ ഉണ്ടാകുന്ന മിസ്റ്റേക്ക്? വെബ് ടൂവിൽ ഒക്കെ ഞങ്ങൾക്ക് ഹാക്ക് ചെയ്യാൻ പറ്റും. ഞങ്ങളെ പലരുടെയും ഇൻസ്റ്റാഗ്രാം ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്, പലരുടെയും ഫേസ്ബുക്ക് ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്, പലരുടെയും ബാങ്ക് അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മിന്നാന്ന് എന്റെ ബെസ്റ്റ് ഫ്രണ്ടായ എന്റെ ഫാമിലിയാണ്, അവരുടെ ബാങ്ക് അക്കൗണ്ട് പോലും ഹാക്ക് ചെയ്യപ്പെട്ടു, ഗൂഗിൾ പേ പോലും ഹാക്ക് ചെയ്യപ്പെട്ടു. ആ ഗൂഗിൾ പേയിൽ ഏകദേശം 1,00,000 രൂപ ഉണ്ടായിട്ടുണ്ടായിരുന്നു. 1,00,000 റുപ്പീസ് ആ ഗൂഗിൾ പേ, പക്ഷേ ഗൂഗിൾ പേ ഹാക്ക് ചെയ്യപ്പെട്ടു. ഞങ്ങൾക്ക് ബാങ്കിൽ പോയിട്ട് അതിന് പരാതി കൊടുക്കാൻ പറ്റുമോ? കാരണം ബാങ്ക് ഒരിക്കലും ഗൂഗിൾ പേ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഗൂഗിൾ പേ ഒരു തേർഡ് പാർട്ടിയാണ്. എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, അവരെ മകളുടെ കല്യാണ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു എമൗണ്ട് ആണ് 1,00,000. ആ 1,00,000 രൂപ എഴുന്നേറ്റ് നോക്കുന്ന സമയത്ത് അത് ഹാക്ക് ചെയ്യപ്പെട്ടു. ബാങ്കിൽ പോയ സമയത്ത് ഒന്നില്ല, അതിന് കൃത്യമായ ആൻസർ ഇല്ല. കാരണം ഒരിക്കലും ബാങ്ക് സപ്പോർട്ട് ചെയ്യുന്നില്ല ഗൂഗിൾ പേ, ഫോൺ പേ. അപ്പോ അതാണ് വെബ് 2 എന്ന് പറയുന്നത്. ഹാക്ക് ചെയ്യപ്പെടാൻ പറ്റും. പക്ഷെ വെബ് 3 എന്ന് പറയുന്ന സമയത്ത് ഹാക്കിംഗ് ചെയ്യാൻ പറ്റത്തില്ല. എന്താണ് കാരണം? വെബ് 3യിലാണ് ബ്ലോക്ക് ചെയിൻ, സ്മാർട്ട് കോൺട്രാക്ട്, ഡീസെൻട്രലൈസേഷൻ ഒക്കെ വരുന്നത് വെബ് 3യിലാണ്. വെബ് 3യിലാണ് ബ്ലോക്ക് ചെയിൻ വരുന്നത്. ബ്ലോക്ക് ചെയിന്റെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞു. ഒരാൾക്ക് പോലും എഡിറ്റിംഗ് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ ഹാക്ക് ചെയ്യപ്പെടാനോ പറ്റാത്ത ഒരു സിസ്റ്റമാണ് ബ്ലോക്ക് ചെയിൻ, അല്ലെ? ഒരു ഹാക്കർക്ക് പോലും അത് 48 മണിക്കൂർ എടുത്താൽ പോലും, അതായത് 2 ദിവസം അല്ല 1 വീക്ക് എടുത്താൽ പോലും അത് ഹാക്ക് ചെയ്യപ്പെടാൻ പറ്റത്തില്ല. ഒരുപാട് നോഡുകൾ കണക്ട് ചെയ്തിട്ടുള്ള സിസ്റ്റം. അതായത് ഒരു പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് സെർവറുകളിൽ, കമ്പ്യൂട്ടറുകളിൽ അത് എന്തായിട്ടുണ്ടാവും, അത് പതിഞ്ഞിട്ടുണ്ടാവും. അത്രയും ടൈം എടുക്കുമ്പോൾ ഒരു ഹാക്കർക്ക് പോലും ഹാക്കപ്പോ ഒരാൾക്കും ഹാക്ക് ചെയ്യപ്പെടാൻ പറ്റാത്ത സിസ്റ്റം. അപ്പൊ ആ ഒരു വെബ് 3യിലെ പ്രോഗ്രാമാണ് എന്തെന്ന്, ഒരു കോയിൻഫോർജ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം. അപ്പൊ ഇതിന്റെ സെക്യൂരിറ്റി ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞത്. അപ്പൊ ആ ഒരു വെബ് 3ന്റെ പ്രോഗ്രാമാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഞങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് USDT ഏൺ ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞു, അൺലിമിറ്റഡ് ആയിട്ട് USDT ഏൺ ചെയ്യാൻ പറ്റും. ഒരു USDTന്റെ റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം 92 രൂപയാണ്. ഒരു USDTന്റെ റേറ്റ് 92 രൂപയാണ്. അപ്പൊ ഈ USDT നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അൺലിമിറ്റഡ് ആയിട്ട് ഏൺ ചെയ്യാൻ പറ്റും. അതേ സെയിം സിസ്റ്റം പോലെ ഇതിന്റെ ടോക്കൺസ് ഞങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. ഇതിന്റെ കോയിൻസ്, ഇതിന്റെ ഇവിടെ മെയിൻ ആയിട്ട് ഇതിന്റെ കോയിൻ മാർക്കറ്റ് ചെയ്യാന്നുള്ള ഉദ്ദേശം മാത്രമാണ്. അതായത് ഞങ്ങൾ ഇതിന്റെ കോയിൻസ് എടുക്കാം. ഒരാൾക്ക് ഇവിടെ മിനിമം എടുക്കാൻ പറ്റുന്ന കോയിൻസ് എന്ന് പറയുന്നത് 1,050 കോയിൻസ് ആണ്. ഒരാൾക്ക് മിനിമം എടുക്കാൻ പറ്റുന്ന കോയിൻസ് 1,050 കോയിൻസ് ആണ്. 1,050 കോയിൻസിന്റെ വാല്യൂ 1,050 USDT ആണ്. ഇന്ത്യൻ മണിയിൽ കാൽക്കുലേഷൻ നടത്തുന്ന സമയത്ത് 96,000 97,000 രൂപ വരും. USDTന്റെ റേറ്റ് ചില സമയത്ത് അതൊരിക്കലും സ്റ്റാബിൾ കോയിൻ അല്ല. സ്റ്റാബിൾ കോയിൻ എന്ന് പറയുന്നത് BTC എത്രയൊക്കെ സ്റ്റാബിൾ കോയിനാണ്. ഇത് അൺസ്റ്റാബിൾ കോയിനാണ്. അതായത് 92, 93, 94 ആ രീതിയിൽ 2-3 രൂപ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആയി കളിക്കും. അപ്പോൾ ഈ ഒരു അൺലിമിറ്റഡ് ആയിട്ട് USDT ഏൺ ചെയ്യാൻ പറ്റും. അതേ സെയിം പോലെ അൺലിമിറ്റഡ് ആയിട്ട് ഇതിന്റെ കോയിൻസ് ഞങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. ഇവിടെ ചെയ്യുന്നതിന്റെ മൈനർ ഇതിന്റെ കോയിൻസ് ഏൺ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പൊ ഇവിടെ എങ്ങനെയാണ് വരുമാനങ്ങൾ കിട്ടുന്നത്, എങ്ങനെയാണ് ഇതിന്റെ കോയിൻസ് ഏൺ ചെയ്യാൻ പറ്റുക, ഒരാൾക്ക് എത്ര കോയിൻസ് ഏൺ ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങൾ നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ ഇത്രയും സമയം ഇതിന്റെ സെക്യൂരിറ്റിയെ കുറിച്ച് പറഞ്ഞു, ഇത് എന്താണ് സിസ്റ്റം എന്ന് പറഞ്ഞു, ഇനി ഇതിന്റെ കോയിൻസ് എങ്ങനെ ഏൺ ചെയ്യാൻ പറ്റും. ഇത് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത് 6 സിസ്റ്റത്തിലാണ്. ഒരാൾക്ക് മിനിമം എടുക്കാൻ പറ്റുന്നത് 1,050 കോയിനാണ്. ഒരാൾക്ക് മിനിമം എടുക്കാൻ പറ്റുന്ന കോയിന് 1,050 കോയിനാണ്. പക്ഷെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത് 6 കാറ്റഗറിയിലാണ്. 50, 150, 300, പിന്നെ നെക്സ്റ്റ് 500, പിന്നെ 750, 1,050. 50 കോയിൻസ് നിങ്ങൾക്ക് ഓക്കെ. മാം പറയുന്നതില്ലേ, ഒരു നോട്ട്ബുക്കിൽ നോട്ട് ചെയ്ത് വെച്ചോ. ഓക്കെ, 50 കോയിൻസ് ഏൺ ചെയ്യാൻ പറ്റുന്നത് 5,000 രൂപയാണ്. 50 കോയിൻസ് ഏൺ ചെയ്യാൻ പറ്റുന്നത് 5,000 രൂപയാണ്. ഒരാൾക്ക് മിനിമം സ്റ്റാർട്ടിന് എടുക്കാൻ പറ്റുന്നത്. നെക്സ്റ്റ് 150, അതായത് ഏകദേശം 14,000 രൂപ. പിന്നെ വരുന്നത് 300 കോയിൻസ് ആണ്, 28,000 രൂപ. നെക്സ്റ്റ് വരുന്നത് 500 കോയിൻസ് ആണ്, അതായത് 46,000 രൂപ. നെക്സ്റ്റ് വരുന്നത് 750 കോയിൻസ് ആണ്. 750 കോയിൻസിന്റെ റേറ്റ് 69,000 രൂപയോളം ഏകദേശം വരും. പിന്നെ നെക്സ്റ്റ് വരുന്നത് 1,050, ടോട്ടൽ കൂടി 1,050. 1,050 കോയിൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു 96,000, ഏകദേശം 97,000 രൂപ വരും. അത് USDTന്റെ ചേഞ്ചിങ് പോലെ ആയിരിക്കും. മിനിമം 96,000 രൂപയെങ്കിലും വരും. അപ്പോൾ ഒരുമിച്ചിട്ട് ഞങ്ങൾക്ക് 1,050 കോയിൻസ് എടുക്കാൻ പറ്റുന്നവർക്ക് എടുക്കാം.
ഒരുമിച്ചിട്ട് 1050 കോയിൻസ് എടുക്കാൻ പറ്റുന്നവർക്ക് എടുക്കാം. അതല്ല 500 കോയിൻസ് എടുക്കുന്നവർക്ക് എടുക്കാം. അതല്ല നിങ്ങൾക്ക് 750 എടുക്കുന്നവർക്ക് എടുക്കാം. അതല്ല നിങ്ങൾക്ക് 300 എടുക്കാൻ താല്പര്യമുള്ളവർക്ക് എടുക്കാം. ഒന്നും പറ്റത്തില്ലേ 50 എടുക്കാം. ഇതെടുത്താൽ എന്താണ് നിങ്ങളുടെ ബെനിഫിറ്റ് അല്ലെ? നെക്സ്റ്റ് നിങ്ങളെല്ലാം, അതായത് ഇവിടെ ഒരാളാണെങ്കിൽ ഒരാൾ അവരുടെ മനസ്സിലുള്ള ഇവിടെ ന്യൂ ആയിട്ട് വന്ന ആൾക്കാർ പോലും ഉണ്ട്. ഇതെടുത്ത് ഞങ്ങൾ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് എടുക്കുന്നത്, ഇതിന്റെ വാല്യൂ എന്താണ്, ഇത് എടുത്ത് ഞങ്ങൾക്ക് എന്താണ് ലഭിക്കാൻ പോകുന്നത്, അതാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. ഇപ്പൊ എക്സാമ്പിൾ, നിങ്ങൾ ഒരു 1050 ടോക്കൺസ് എടുത്തു. നിങ്ങൾ ചിലപ്പോൾ ലോൺ എടുത്തിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു ഒരു 1050 ടോക്കൺസ് എടുത്തു. ഇന്ന് അത് ഒരു USDT കണക്കിൽ, അതായത് ഒരു ടോക്കൺസിന്, ഒരു കോയിൻസിന് 92 രൂപ എന്ന് പറയുന്ന നിലവിലാണ് ആ ടോക്കൺസ് ഇപ്പൊ ഇവിടെ ഉള്ളത്. ഓക്കെ, ക്ലിയർ? ഈ 1050 കോയിൻസ് എടുത്തു. ഈ 1050 കോയിൻസ് എടുത്ത് ഇത് നിങ്ങൾ ചെയ്യേണ്ടത്, ഇതിനെ നിങ്ങൾക്ക് ബിസിനസ് ആയിട്ട് ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരുപാട് ആളുകളുണ്ട് അല്ലെ? നെക്സ്റ്റ് ഒരാൾക്ക് എനിക്ക് എടുത്തു കൊടുക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്, എടുത്തു കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഒരാളെയും എടുത്തു കൊടുക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്ന ഒരാളാണെങ്കിൽ 1050 ടോക്കൺസ് എടുത്തു. നിങ്ങൾ എന്ത് ചെയ്യുക, മിനിമം ഇത് 1-2 വർഷം ഇതിനെ ഹോൾഡ് ചെയ്ത് പിടിക്കാം. ഒരു ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിട്ട് നിങ്ങൾ ഇതിനെ ഒരു 1-2 വർഷം നിങ്ങൾ ഇതിനെ ഹോൾഡ് ചെയ്ത് പിടിക്കാം. മിനിമം ഒരു 2 വർഷം നിങ്ങൾ ഹോൾഡ് ചെയ്തതാണെങ്കിൽ ഈ ഒരു ടോക്കൺസിന് ഒരു $10 ആയാൽ പോലും, മിനിമം ഒരു $10 ആയാൽ പോലും ഈ ഒരു ടോക്കൺസിന്റെ വാല്യൂ എന്ന് പറയുന്നത് 10 ലക്ഷം രൂപയാണ്. 10 ലക്ഷം രൂപ ഈ ടോക്കൺസിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇനി ഇത് $10 അല്ല, $1 ആയാൽ പോലും, അല്ല $10 ആയാൽ പോലും 10 ലക്ഷം രൂപ ഈ ഒരു ടോക്കൺസിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ നെക്സ്റ്റ് ഒരു കാര്യം ചിന്തിക്കുക, നിങ്ങൾ 1050 ടോക്കൺസ് എടുത്തു. അതായത് ഇവിടെ ഷംസിറ മാം ന്യൂ ആയിട്ട് വന്ന ഒരാളാണ്. ഷംസിറ മാം ന്യൂ ആയിട്ട് വന്ന ഒരാളാണ്. ഷംസിറ മാം ഇതിന്റെ 1050 ടോക്കൺസ് എടുത്തു. മാം 1050 ടോക്കൺസ് എടുത്ത് അതേ സെയിം സിസ്റ്റത്തിൽ മാമിന്റെ ഫ്രണ്ട് ഇഷ എന്ന് പറയുന്ന കാലിക്കറ്റുള്ള ലേഡി 1050 ടോക്കൺസ് എടുത്തു. ഓക്കെ, ക്ലിയർ? എന്റെ ഡയറക്റ്റ് റെഫറൻസ് ആയിട്ട് 2 പേരും വന്നു. ഞാൻ 2 പേർക്കും തുല്യമായിട്ട് പ്ലാൻ തന്നു. 2 പേരും 1050 ടോക്കൺസ് എടുത്തു. പക്ഷേ ഇവിടെ ഷംസിറ മാം എന്ത് ചെയ്തു, 5 പേർക്ക് 1050 ടോക്കൺസ് എടുത്തു കൊടുത്തു. 5 പേർക്ക് 1050 ടോക്കൺസ് മാമിന്റെ ഫ്രണ്ട് സർക്കിളിലോ അല്ലെങ്കിൽ ഫാമിലിയിലോ അല്ലെങ്കിൽ നെയ്ബേഴ്സിലോ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ മാമിന്റെ മൈൻഡിലുണ്ടാവും. അപ്പൊ മാം ചിന്തിച്ചൊരു കാര്യം, എനിക്കൊരു നല്ല കാര്യം കിട്ടിക്കഴിഞ്ഞാൽ, എനിക്ക് രക്ഷപ്പെടാൻ പറ്റിയ സിസ്റ്റം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുത്തുകൂടാ? ആ ഒരു തോട്ടിൽ മാം എന്ത് ചെയ്തു, ഒരു മിനിമം ഒരു 5 പേർക്ക് എടുത്തു കൊടുത്തു. ഒരാൾക്ക് എടുത്തു കൊടുക്കുന്ന സമയത്ത് തന്നെ മാമിന് എന്ത് ചെയ്യും, അവർക്ക് 1050 കോയിൻസ് മാം എടുത്തു കൊടുക്കുന്ന സമയത്ത് മാമിന് അവിടെ വിത്തിൻ സെക്കൻഡിൽ 42,000 രൂപ കിട്ടും. വിത്തിൻ സ്പോട്ടിലാണ് USDT ആയിട്ട് മാമിന് 42,000 രൂപ കിട്ടും വിത്തിൻ സെക്കൻഡിൽ. ഈ 42,000 രൂപ മാം എന്ത് ചെയ്തു, മാമിന് ചിലപ്പോൾ EMI അടക്കാനുണ്ട് അല്ലെ? എല്ലാവർക്കും ഇന്ന് എന്തുണ്ട്, EMI ഉണ്ട്. മാമിന് EMI അടക്കാനുണ്ടാവും. EMIക്ക് വേണ്ടിയിട്ട് മാം എന്ത് ചെയ്തു, ആ രൂപ എടുത്തു. അല്ലെങ്കിൽ മാമിന്റെ എക്സ്പെൻസ് 42,000 രൂപ മാം എടുത്തു. പക്ഷേ ആ ഒരു വ്യക്തി വരുന്നതിലൂടെ മാമിന് കിട്ടുന്നത് അവിടെ 262 ടോക്കൺസ് ഉണ്ട്. ഒരാൾക്ക് 1050 ടോക്കൺ ആ ഒരു കോയിൻസ് എടുത്തു കൊടുക്കുന്ന സമയത്ത് 42,000 രൂപ കൂടാണ്ട് 262 ടോക്കൺസ് കിട്ടും. മാം 5 പേർക്ക് ഇതേ സെയിം സിസ്റ്റത്തിൽ ചെയ്തപ്പോ മാം എന്ത് ചെയ്തു, ഫസ്റ്റ് ഒരാൾക്ക് 1050 ടോക്കൺസ് എടുത്തു കൊടുത്തു. മാമിന്റെ ചോയ്സ് ആണ്, ഒരിക്കലും നിർബന്ധമില്ല. ഇവിടെ ഒരാളും അടിച്ചേൽപ്പിക്കില്ല ഇത് ചെയ്യണം എന്നല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടോക്കൺസ് ഹോൾഡ് ചെയ്ത് പിടിക്കാം. പക്ഷേ ഇതിലൂടെ മറ്റുള്ളവരെ രക്ഷപ്പെടുത്തി എടുക്കാനും പറ്റും. അവര് രക്ഷപ്പെടുന്നതിന്റെ കൂടെ അതിന്റെ ഡബിൾ നമ്മൾ രക്ഷപ്പെടും. ഇപ്പൊ മാമിന്റെ ഫ്രണ്ട് ഫസീം എന്ന് പറയുന്ന ഒരു പയ്യൻക്കാണ് 1050 ടോക്കൺസ് എടുത്ത് കൊടുത്തതാണെങ്കിൽ ഫസീമിന്റെ വാലറ്റിൽ 1050 ഉണ്ടാവും. ചിലപ്പോ മാം ഒരു വർഷം കഴിയുന്ന സമയത്ത് ഇതൊരു $10 ആണെങ്കിൽ എന്ത് സംഭവിക്കും, ഫസീമിന് അവിടെ 10 ലക്ഷം രൂപ ഉണ്ടാവും അല്ലെ? ഫസീമിന് അവിടെ 10 ലക്ഷം രൂപ ഉണ്ടാവും. പക്ഷെ മാമിന്റെ വാലറ്റിൽ എന്തുണ്ടാവും, ഫസീമിനെ ആഡ് ചെയ്ത് അടക്കുന്നുണ്ട്. അപ്പൊ മാം ഫസീമിനെ രക്ഷപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തിൽ ഫസീമിനും കൂടി 1050 ടോക്കൺസ് എടുത്തു കൊടുത്തു. അതേപോലെ ഫസീമിന് എടുത്തു കൊടുക്കുമ്പോൾ 42,000 രൂപ മാമിന് കിട്ടി. അത് മാമിന്റെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് എടുത്തു. അതിലൂടെ കിട്ടുന്ന 262 കോയിന് മാം അവിടെ മാറ്റിവെച്ചു. 262 കോയിന് മാം ഇതേപോലെ ബാക്കിയുള്ള സായിറ മാമിനും റുക്സാന മാമിനും ഷബാന മാമിനും അതേപോലെ അസൂറ മാമിനും മാമിന്റെ നെയ്ബേഴ്സ് ആണ്. ഈ 4 പേർക്ക് എക്സ്ട്രാ എടുത്തു കൊടുത്തു. ഓരോ വ്യക്തികൾക്ക് എടുത്തു കൊടുക്കുന്ന സമയത്ത് 42,000 രൂപ എന്ത് കിട്ടുന്നുണ്ട്, മാമിന് കിട്ടും അല്ലെ? അപ്പൊ മാം വീണ്ടും നിൽക്കോ, മാമിന് എല്ലാ മാസവും 42,000 രൂപ സൈഡ് ആയിട്ട് വരുമാനം വേണം. അങ്ങനെ ചെയ്യുന്നതിലൂടെ അവരെ ഒരിക്കലും ഞങ്ങൾ പറ്റിക്കുന്നുമില്ല അല്ലെ? അവരെ ഒരിക്കലും പറ്റിക്കുന്നില്ല. അവർക്ക് എന്ത് ചെയ്യുന്നത്, രക്ഷപ്പെടാനുള്ള ഒരു സോഴ്സ് അവിടെ ഞങ്ങൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും നിങ്ങളെ വാലറ്റിൽ 1050 കോയിൻ ഉണ്ടാവും. മിനിമം 2 വർഷത്തേക്ക് നിങ്ങൾ ഇതിനെ ഹോൾഡ് ചെയ്ത് പിടിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ 5 പേർക്ക് എടുത്തു കൊടുക്കുന്ന സമയത്ത് മാമിന് അവിടെ 1362 ടോക്കൺസ് കിട്ടും.
എക്സ്ട്രാ ഒരാളെ കയ്യിൽ 262. അപ്പൊ ഈ 2 വർഷം കഴിഞ്ഞു. ഇവിടെ ഇഷ എന്ന് പറയുന്ന ഫ്രണ്ട് ഒരാളെയും ചെയ്യിപ്പിച്ചിട്ടില്ല. ഇഷ പറഞ്ഞു എനിക്ക് ഒരാളെ റെഫർ ചെയ്യാനൊന്നും പറ്റത്തില്ല, കാരണം ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നത് ഇൻവെസ്റ്റേഴ്സ് ഞാൻ പറഞ്ഞ ആരും കേൾക്കത്തില്ല എന്ന് പറഞ്ഞു. ഇഷ അവിടെ എന്ത് ചെയ്തു, ഒരാൾക്കും പ്ലാൻ കൊടുത്തിട്ടില്ല. ഇഷന്റെ ടോക്കൺസ് മാത്രം ഹോൾഡ് ചെയ്തു. മിനിമം 2 വർഷത്തിന്റെ ഉള്ളിൽ ഈ ഒരു ടോക്കൺസിന് $10 അതായത് 1000 രൂപ ആയാൽ പോലും അവിടെ ഷംസീറ മാമിന്റെ കയ്യിൽ 22 ലക്ഷം രൂപയുണ്ടാവും. പക്ഷെ ഇഷ എന്ന് പറയുന്ന ലേഡിന്റെ കയ്യിലോ, അവര് വന്നത് കൊണ്ട് അവർക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചോ? മിനിമം $10 ആയാൽ പോലും അവരുടെ കയ്യിൽ ഒരു 10 ലക്ഷം രൂപ വരും. അപ്പൊ ഇവിടെ 22 ലക്ഷം രൂപ ഉണ്ടാക്കാൻ വേണ്ടി ഷംസീറ മാം എന്താ ചെയ്തത്? 5 പേർക്ക് എടുത്തു കൊടുത്തു. ഇഷാക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചോ? ഇഷാക്ക് ഇട്ടതിന്റെ 10 മടങ്ങ് കിട്ടി. പക്ഷെ ഷംസീറ മാമിനോ അവിടെ 22 ലക്ഷം രൂപ കിട്ടി. ഇനി ഷംസീറ മാം ആഡ് ചെയ്ത 5 പേര് ഒരാൾക്കും പ്ലാൻ ഒന്നും കൊടുത്തിട്ടില്ല. അവരൊന്നും ചെയ്യേണ്ട, അവരുടെ ആ ഒരു ടോക്കൺസ് മാത്രം ഹോൾഡ് ചെയ്ത് ഈ 5 പേര് നിന്നു. ഈ 5 പേർക്ക് എന്തുണ്ടാവും? 10 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ടാവും അല്ലെ? പക്ഷെ ഷംസീറ മാമിന് മാത്രം എന്ത് കിട്ടി? 22 ലക്ഷം രൂപ കിട്ടി. അപ്പൊ ഈ ഒരു സിസ്റ്റം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ചോയ്സ് ആണ്. അതായത് ഇവിടെ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാം. നിങ്ങളെ ഫ്രണ്ട്സുകളെ രക്ഷപ്പെടുത്തി എടുക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ, അവർക്ക് ഇത് പറഞ്ഞു കൊടുക്കാം. നോ എന്ന് പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഭാഗ്യമില്ല എന്ന് മാത്രം വിചാരിച്ചാൽ മതി. നിങ്ങൾ ആദ്യം ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഞങ്ങൾക്ക് എന്ത് കിട്ടുന്നുണ്ട്, ഞങ്ങൾ ഒന്നും ചെയ്യാണ്ട് മറ്റുള്ളവർക്ക് എടുത്തു കൊടുക്കാൻ പറ്റില്ല. ഞങ്ങൾ ആദ്യം സേഫ്റ്റി ആണെന്ന് നമ്മൾ ചെക്ക് ചെയ്യാം. അപ്പൊ ഈ രീതിയിൽ ഇതിന്റെ ടോക്കൺസ് ഏൺ ചെയ്യാൻ പറ്റും. അൺലിമിറ്റഡ് ആയിട്ട് USDT ഏൺ ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് 2 വർഷം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തു? 2 വർഷം കൊണ്ട് മിനിമം നിങ്ങൾ ഒരു 40 പേർക്ക് ഇത് എടുത്തു കൊടുത്തു. 2 വർഷം കൊണ്ട് നിങ്ങൾ ഒരു മിനിമം അല്ലെങ്കിൽ ഒരു 20 പേർക്ക് നിങ്ങൾ എടുത്തു കൊടുത്തു. 2 വർഷം കൊണ്ട് മിനിമം നിങ്ങൾ 20 പേർക്ക് എടുത്തു കൊടുത്തു. 20 പേർക്ക് എടുത്തു കൊടുക്കുന്ന സമയത്ത് ഈ ഒരു ടോക്കൺസിന് മിനിമം 2000 രൂപയായി. 2000 രൂപയായാൽ പോലും നിങ്ങളുടെ കയ്യിലേക്ക് വരുന്ന 10 ലക്ഷം രൂപയാണ്. 20 പേർക്ക് എടുത്തു കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എത്ര ടോക്കൺസ് കിട്ടും? നിങ്ങൾക്ക് 10 ലക്ഷം രൂപ കിട്ടും. ഇതൊരു $10 നിങ്ങൾ ചിന്തിക്ക്, വൺസ് ചെയ്യാതെ അടിക്കാൻ പറ്റും. അപ്പോ ഇതിന്റെ സിസ്റ്റം എന്ന് പറയുന്നത് അത്രയും വാല്യുബിൾ ആയ സിസ്റ്റം ആണ്. ഒരാൾക്കും ഇതിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇവിടെ ഈ രീതിയിൽ നിങ്ങൾക്ക് ടോക്കൺസ് ഏൺ ചെയ്ത് പിടിക്കാം. ഇനി നിങ്ങൾക്ക് തീരെ എടുക്കാൻ പറ്റാത്ത ഒരാൾക്കാരാണ്, നിങ്ങൾ 300 ടോക്കൺസ് ഹോൾഡ് ചെയ്ത് പിടിച്ചു. നിങ്ങൾ മിനിമം എന്ത് ചെയ്തു? ഒരാൾക്ക് പെട്ടെന്ന് ഇത് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത് ഏതൊരു പാവപ്പെട്ട വ്യക്തികൾക്കും, ഏതൊരു പണക്കാരനും, അവർക്ക് ഏതൊരു സ്റ്റുഡന്റിന് പോലും, അതായത് ഒരു 18, 16, 17 വയസ്സുള്ള സ്റ്റുഡന്റിന് പോലും ഇതെന്താണ്, ഇത് എടുത്തിട്ട് അവരെ എന്ത് ചെയ്യാൻ പറ്റും? അവർക്കൊരു പോക്കറ്റ് മണി ആയിട്ടും സ്വന്തമായിട്ട് അവരെ സ്കൂൾ കാര്യത്തിനും പഠനത്തിനും അവരെ കോളേജ് ഫീസിനൊക്കെ അവർക്ക് എടുക്കാൻ പറ്റും. അവർ ക്യാമ്പസ് പ്ലാൻ ആയിട്ട് 5000 രൂപക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അവർ 5000 രൂപക്ക് ഈ കോയിൻ എടുത്തു കഴിഞ്ഞാൽ അവരുടെ വാലറ്റിൽ ഉണ്ടാകുന്ന 50 കോയിനാണ്. ഈ 50 കോയിൻസിൽ അവർക്ക് എന്ത് കിട്ടുന്നുണ്ട്? 50 കോയിൻസ് അവർക്ക് അഫിലിയേഷൻ ലിങ്ക് കിട്ടും. ഈ അഫിലിയേഷൻ ലിങ്ക് ത്രൂ അവർ ഫ്രണ്ട്സുകളിലേക്ക് ഒരാൾക്ക് 50 കോയിൻസ് എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ 2200 രൂപ അവർക്ക് കിട്ടും. അത് കൂടാണ്ട് 12.5 കോയിനും കിട്ടും. ഇനി നെക്സ്റ്റ് വരുന്ന 150 കോയിനാണ്. 150 കോയിൻ എന്ന് പറയുന്ന സമയത്ത് 14,000 രൂപ വരും. 14,000 രൂപ ഒരാൾക്ക് 150 കോയിൻസ് എടുത്തു കൊടുക്കുന്ന സമയത്ത് ഏകദേശം 6,000 രൂപ ഞങ്ങളെ വരുമാനം വരും. ഇതൊരു കാൽക്കുലേഷൻ മാത്രമാണ്. 6,200, 6,300 ആ ലെവലിൽ വരും ചില സമയത്ത്. അപ്പൊ ഒരു 6,000 രൂപ കിട്ടി. അപ്പോ ഇവിടെ ഇനിയിപ്പോ നെക്സ്റ്റ് ഞങ്ങൾ ഒരു 300 കോയിൻസ് എടുത്തു. ഇപ്പൊ ഒരുപാട് ലേഡീസ് ഉണ്ടാവും, ഹസ്ബൻഡ് ഒക്കെ അറിയാണ്ട് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഒരുപാട് ജെന്റ്സുകൾ ഉണ്ട്, അവർക്ക് ജോലിന്റെ സൈഡ് ഒരു പാർട്ട് ടൈം ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ. അവര് 300 കോയിൻസ് എടുത്തു. അവര് 300 കോയിൻസ് 28,000 രൂപക്ക് അവരെടുത്തു. 28,000 രൂപക്ക് അവരെടുത്തതിന് ശേഷം അവരെന്ത് ചെയ്തു? ഇതിനെ 5 ഫ്രണ്ട്സുകൾക്ക് എടുത്തു കൊടുക്കുന്ന സമയത്ത് അവർക്ക് ഏകദേശം 60,000 രൂപ കിട്ടും. 60,000 രൂപ അവരുടെ വരുമാനമായിട്ട് കിട്ടും. അത് കൂടാണ്ട് ഒരു വ്യക്തിക്ക് ഒരു 300 കോയിൻസ് എടുത്തു കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് 75 കോയിൻ അവർക്ക് എക്സ്ട്രാ ആഡ് ആവും. ഈ രീതിയിൽ അവർക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ കോയിൻസ് ഏൺ ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ ഒരാളെ 1 രൂപ നഷ്ടപ്പെടാത്ത സെക്യൂരിറ്റിയോട് കൂടിയിട്ടുള്ള ഒരു സിസ്റ്റം ഇത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ന് ലോകത്ത് ഏറ്റവും മദർ കോയിൻ എന്ന് അറിയപ്പെടുന്ന ബിറ്റ്കോയിൻ ആണ്. വൺ വേൾഡ് വൺ കറൻസി ആണ്. ബിറ്റ്കോയിൻ എന്ന് പറയുന്ന കോയിന് 2010 നിങ്ങൾക്ക് ഏതൊരാൾക്കും ഫോൺ ഉണ്ടെങ്കിൽ വിത്തിൻ സെക്കൻഡ് നിങ്ങൾക്ക് ഗൂഗിളിൽ പോയി നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. 2010 ബിറ്റ്കോയിൻ പ്രൈസ്, 1 BTC പ്രൈസ് 2 രൂപ 85 പൈസ അവിടെ കാണിക്കും. അത് സ്കിപ്പാക്കുക. എന്നിട്ട് ചെയ്യാ ടുഡേ BTC പ്രൈസ് അടിച്ചോക്ക, ഏകദേശം 1 CR അവിടെ കാണിക്കും. ഇന്നലെ 97 ലക്ഷം, പക്ഷെ ഇന്ന് മോർണിംഗിൽ 1 CR ആണ്.
ബിറ്റ്കോയിൻ ഇന്നലെ നോക്കുന്ന സമയത്ത് ഞാൻ 97 ലക്ഷം രൂപ. ഇന്ന് മോർണിംഗിൽ 10 മണിക്ക് നോക്കുന്ന സമയത്ത് $1,15,000 ഞാൻ ട്രേഡിംഗിൽ ആ ബിനാൻസിൽ പോയി ചെക്ക് ചെയ്യും. അപ്പൊ ഓരോ സെക്കൻഡിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? ബിറ്റ്കോയിന്റെ പ്രൈസ് കുതിച്ച് കയറുന്നുണ്ട്. 2010 2 രൂപ 85 പൈസക്ക് എടുത്ത കോയിൻ ആയിരുന്നു അല്ലെ. അത് ഞങ്ങൾക്ക് എടുക്കാൻ ഞങ്ങളെ കൺമുന്നിൽ നിന്ന് കടന്നു പോയി. പക്ഷെ 2020 എത്തേറിയം എന്ന് പറയുന്ന കോയിൻ ഉണ്ട്. അത് നമ്മുടെ പ്രൊജക്റ്റിലെ കോയിൻ അല്ലെ. ഞങ്ങൾക്ക് പ്രൗഡായിട്ട് പറയാൻ പറ്റും. ഇന്ന് ലോകത്ത് 2ാമത്തെ റാങ്കിൽ നിൽക്കുന്ന കോയിൻ എത്തേറിയം കോയിനാണ്. ഞങ്ങൾക്ക് പ്രൗഡായിട്ട് പറയാൻ പറ്റും അത് നമ്മുടെ പ്രൊജക്റ്റിലെ കോയിനാണ്. പക്ഷെ ആ സമയത്ത് ഞങ്ങൾ ഉണ്ടായിട്ടില്ല 2020 അല്ലെ. ഞാനൊക്കെ പ്രൊഡക്റ്റ് ഷിംസറ മാം പറയും പോലെ പ്രൊഡക്റ്റും തൂക്കി നടക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അന്ന് 2020. അന്ന് ഹലോവർ എന്റെ ഫോറവർ എന്ന് പറയുന്ന കമ്പനിയിൽ ഞാൻ പട്ടിപ്പണിയെടുത്ത് മാസം 2000-3000 വരുമാനം വാങ്ങി. പക്ഷെ അന്ന് ആ സമയത്ത് എന്നൊക്കെ പറയുമ്പോൾ ആ 2000 കിട്ടുമ്പോൾ വളരെ ഞങ്ങൾക്ക് അറിയത്തില്ല ലോകം ഇത്രയും വലിയ വിശാലമായ ഇൻകങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന പ്ലാറ്റ്ഫോമാണ്. ഞങ്ങൾ വിചാരിച്ചു 2000 ആ ഒരു 3000 രൂപ അതൊരു ലേഡിക്ക് ഏറ്റവും കൂടുതൽ മൊമെന്റ് ആണ്. ഒരു 100 രൂപന്റെ പോസ്റ്റ് പോലും അടിച്ച കാലം ഉണ്ടായിട്ടുണ്ട്. 100 രൂപന്റെ ഇൻകത്തിന്റെ പോസ്റ്റ് ഞങ്ങൾ പൈസ കൊടുത്ത് അടുപ്പിൽ അത് സ്റ്റാറ്റസ് സ്റ്റോറി ഇട്ട കാലഘട്ടം ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് ഞങ്ങൾക്ക് അറിവില്ലാത്തത് കൊണ്ടാണ്. അറിവില്ലാത്തത് കൊണ്ട് 2020 എത്തേറിയം എന്ന് പറയുന്ന കോയിന് 22 രൂപയിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. 22 രൂപയിൽ ഇന്ന് എത്തേറിയത്തിന്റെ പ്രൈസ് നിങ്ങൾക്ക് ഏതൊരു വ്യക്തിക്കും ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാം. 4 ലക്ഷം രൂപ 4 ലക്ഷം രൂപ. അതായത് അത് എന്താണ്? സ്റ്റേബിൾ കോയിനാണ് എത്തേറിയം BTC. സ്റ്റേബിൾ എന്ന് പറയുന്ന സമയത്ത് വലിയ മൂവിങ് ഉണ്ടാവില്ല. അപ്പൊ അതാണ് സ്റ്റേബിൾ കോയിൻ അല്ലെ. അതായത് അതിന് 4 ലക്ഷം രൂപ എത്തേറിയത്തിനുണ്ട്. അത് പ്രൗഡായിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ കോയിനാണ്. അതൊക്കെ പോട്ടെ, ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. 2023 ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നു. ഞാൻ സജന മാമൊക്കെ ഈ ബിസിനസ്സിലേക്ക് വന്നപ്പോ അന്ന് HC എന്ന് പറയുന്ന കോയിന് ഏകദേശം ലാസ്റ്റ് സമയത്ത് 2023 ആ ഒരു ലാസ്റ്റ് ഇയറിൽ എനിക്ക് തോന്നുന്നു 90,000 രൂപക്ക് 1000 HC എടുക്കാൻ പറ്റിയിരുന്നു. ഇന്ന് 97,000 രൂപക്ക് 1050 കോയിൻ എടുക്കാൻ പറ്റുന്നുണ്ട്. അന്ന് ഏറ്റവും ലാസ്റ്റ് സ്റ്റാർട്ടിങ്ങിലല്ല, ഏകദേശം ഏറ്റവും ലാസ്റ്റ് 1000 കോയിൻ എടുക്കണമെങ്കിൽ ഏകദേശം 90,000 രൂപ മതി. ആ കോയിൻ എന്ത് സംഭവിച്ചു? 2025 22 ലക്ഷം രൂപയിൽ അത് വിൽക്കാൻ പറ്റി. എന്താ സംഭവിച്ചേ? ഒരു കോയിൻസിന് 2200 രൂപയായി. 20 ലക്ഷം രൂപ അതിൽ നിന്ന് കിട്ടി. നിങ്ങൾ കാൽക്കുലേഷൻ നടത്തി നോക്കാം. 2200 ഇൻറ്റു 1000 20 ലക്ഷം രൂപ അതിൽ നിന്ന് എടുക്കാൻ പറ്റി. അവിടെ എന്താ ഞങ്ങൾ ചെയ്തത്? ഈ ഒരു ബിസിനസിന്റെ ബ്യൂട്ടി മനസ്സിലാക്കി. ഞാൻ പറയുന്നത് ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും. അത് ആരുടെയും തെറ്റല്ല. ഭർത്താവിന് സമ്പത്തില്ലാത്ത ഞങ്ങളെ തെറ്റല്ല. ഞങ്ങൾ അച്ഛനമ്മമാർക്ക് സമ്പത്തില്ലാത്ത ഞങ്ങളെ തെറ്റല്ല. അവരെ തെറ്റല്ല. ഒരിക്കലും ഞങ്ങൾക്ക് അവരെ തള്ളി പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ലൈഫിൽ നമ്മൾ 25ഉം 50ഉം മനസ്സിലാതെ കടത്തിൽ പെട്ട് കിടക്കുന്ന ആൾക്കാരായിരിക്കാം. അതൊന്നും ഞങ്ങളെ തെറ്റല്ല. അതെന്താണ്? ലൈഫാണ്. അങ്ങനെ പലതരം എന്തുണ്ടാവും അല്ലെ. ലൈഫിൽ എന്താണ്? ഞങ്ങളെ ഹാർട്ടിന്റെ ECG എടുത്ത് നോക്കുന്ന സമയത്ത് ആ സിമ്പിൾ ഇങ്ങനെ കാണിക്കുന്നില്ലേ, മുകളിലും താഴെയും അതേപോലെ കയറി ഇറങ്ങി ഇരിക്കും. പക്ഷെ അതിനെ കൃത്യമായിട്ട് ഇന്ന് ഞങ്ങൾക്ക് ലോകത്ത് എന്ത് ചെയ്തതിനാലാണ് ഞങ്ങളുടെ ലൈഫ് തിരിച്ചു പിടിക്കാൻ പറ്റുക? സാധാരണ ഒരു ഫാമിലിക്ക് ഫിനാൻഷ്യലി ഓക്കെ ആണെങ്കിൽ സാധാരണ ഒരു ജോലി ചെയ്തുകൊണ്ട് തിരിച്ചു പിടിക്കാൻ പറ്റും. ദൈവം എന്ന് പറയുന്നത്, ഈശ്വരൻ എന്ന് പറയുന്നത് മിറാക്കിൾ സംഭവിക്കാൻ വേണ്ടി മിറാക്കിള് നമുക്കൊരു ബെഡ്റൂമിൽ ഒരു വഹി പോലെ മിറാക്കിൾ റൂമിലേക്ക് താഴത്തേക്ക് ഇറങ്ങി വരോ? ഏതെങ്കിലും ഒരു വ്യക്തിന്റെ രൂപത്തിലായിരിക്കാം അല്ലെ. ലൈഫിൽ ഒരു ടൈം ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ രൂപത്തിലായിരിക്കാം, അല്ലെങ്കിലും ഏതെങ്കിലും ഒരു ബിസിനസ്സിലൂടെ ആയിരിക്കാം. ഇന്നേ വരെ ലോകത്ത് ഏതെങ്കിലും ഒരാള് ഞങ്ങൾക്ക് നോക്കാം. മെയിൻ ആയിട്ട് ലോകത്ത് ഞങ്ങൾക്ക് അറിയപ്പെട്ട യൂസഫ് അലിയാണ് അല്ലെ. യൂസഫ് അലി എന്ന് പറയുന്ന വ്യക്തി അവര് ഒരു റൂമിന്റെ അകത്ത് ഇരുന്നിട്ടാണോ ഇത്തിരി സൂപ്പർ മാർക്കറ്റുകളും മാളുകൾ ഇത്തിരി കോടികൾ അവർ ഉണ്ടാക്കിയത്? ആദ്യം ഒരു ചെറിയ സ്ഥാപനത്തിൽ അവർ തുടങ്ങി. അവരെടുത്തതിന്റെ എഫേർട്ട് അല്ലേ. 40-45 വയസ്സിന് ശേഷമാണ് അവർ സക്സസ് ആകാൻ തുടങ്ങിയത് അല്ലെ. ഇവിടെ നിൽക്കുന്ന ഞങ്ങൾക്ക് 45 വയസ്സായിട്ടുണ്ടോ? ഞങ്ങൾ ചിന്തിച്ചു നോക്കാം. ഇനിയിപ്പോ 50 വയസ്സായ ആൾക്കാരുണ്ടെങ്കിലും യൂസഫ് അലി വെറും തിരിച്ചു പിടിച്ചത് ചെറിയ ചുരുങ്ങിയ കാലയളവ് കൊണ്ടാണ്. അപ്പൊ ഇവിടെ നഷ്ടപ്പെട്ടത് എത്രയോ ആയിക്കോട്ടെ. എനക്കറിയാം ഈ ഒരു ഗ്രൂപ്പിൽ നിൽക്കുന്ന ആൾക്കാരാ, അതായത് ഈ ഒരു മീറ്റിംഗിൽ നിൽക്കുന്ന ആൾക്കാര് പലതും നഷ്ടപ്പെട്ട ആൾക്കാരാണ്. അപ്പൊ ഒക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്റെ ലൈഫ് പോയി എന്നല്ല, ഇവിടെ എന്തും തിരിച്ചു പിടിക്കാനുള്ള, ലോകത്ത് പ്രൗഡായിട്ട് പറയാൻ പറ്റുന്ന, വേൾഡിൽ പ്രൗഡായിട്ട് പറയാൻ പറ്റുന്ന ഓരോരോ ഓപ്പർച്യൂണിറ്റി ഈ ഒരു കോയിൻ ഫോർജാണ്. പുറത്ത് നിൽക്കുന്ന വ്യക്തികൾക്ക് ഇതിന്റെ മഹത്വം അറിയത്തില്ല അല്ലെ. ഇതിന്റെ ഉള്ളിലുള്ള ഇതിന്റെ മഹത്വമാണ്. ട്രേഡിങ്ങിൽ പോലും നല്ല ലോസ് ഉണ്ടാവും. ട്രേഡിങ്ങിൽ പോയി ഇന്നലെ എന്റെ ഫ്രണ്ട് ഒന്ന് ട്രേഡ് ചെയ്തു. ട്രേഡ് ചെയ്യുന്ന സമയത്ത് $100 നഷ്ടപ്പെട്ടത്. $100 നഷ്ടപ്പെട്ടു. ഒറ്റയടിക്ക് $100 നഷ്ടപ്പെട്ടെ. ചിന്തിക്കാം, 9,000 രൂപ ഒറ്റയടിക്ക് പോയി.
ഇവിടെ ഞങ്ങൾക്ക് ട്രേഡിംഗ് ചെയ്തിട്ടാണ് പൈസ ഉണ്ടാക്കേണ്ടത്. ട്രേഡിംഗ് എന്ന് പറയുന്നത് പോലെ എന്താണ്, ലോസും ഉണ്ടാവും അല്ലെ, ലോസ് ഉണ്ടാവും, അതിലെന്താ ലാഭം ഉണ്ടാവും. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് എന്താണോ നേടിയെടുക്കുക അത് ഇവിടെ നേടിയെടുക്കാൻ പറ്റും. പക്ഷെ ഇത് എങ്ങനെ നേടിയെടുക്കണം എന്നുള്ള എന്ത് ചെയ്യാം, ഇതിന്റെ സിസ്റ്റത്തിനനുസരിച്ച് നിങ്ങൾ ചെയ്യാം. ഇപ്പൊ നിങ്ങൾക്കൊരു 1 CR കടയുണ്ട്, ഏകദേശം നിങ്ങൾക്കൊരു 1 CR 1 കോടി രൂപ കടയുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട എന്താണ്, നിങ്ങൾ ആദ്യം 1 കോടി രൂപ കടം, അപ്പൊ 1 കോടി 1 ലക്ഷം രൂപ കടം. ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 1 ലക്ഷം രൂപ മുടക്കി അല്ലെങ്കിൽ 95,000 രൂപ മുടക്കി ഒരു 1500 കോയിൻ എടുക്കാം. 1 കോടി രൂപ നിങ്ങൾക്ക് എന്തായാലും ഒരു ജന്മം ജനിച്ചതിന് സാധാരണ ജോലി എടുക്കുന്ന ഒരു വ്യക്തിക്ക് അത് വീടാൻ പറ്റത്തില്ല. എനിക്കറിയാം ചിലപ്പോൾ 1 കോടി രൂപ കടമുള്ളവർ ഈ ഒരു സൂമിൽ ഉണ്ടായേക്കാം. അങ്ങനെ അവർക്ക് വീടാൻ പറ്റത്തില്ല. ഈ 1 കോടി രൂപ അവരെങ്ങനെ വീടും, ഒരു 1500 കോയിൻ എടുത്തു. അവര് 1500 കോയിൻസ് എടുത്തു. പതുക്കെ എന്ത് ചെയ്തു, ഒരു 5 പേർക്ക് ഒരു 1500 കോയിൻസ് എടുത്തു കൊടുക്കാം. പതുക്കെ ഈ എടുത്തു കൊടുക്കുന്ന സമയത്ത് തന്നെ അവർക്ക് ഏകദേശം 2,10,000 രൂപ കിട്ടും അല്ലെ. അവരെ വാലറ്റിൽ ഒരു ഏകദേശം 1312 കിട്ടി. ഇനി എന്ത് ചെയ്യാ, അവര് ഓരോ മാസവും 5 പേർക്ക് വെച്ചിട്ട് 1500 കോയിൻസ് എടുത്തു കൊടുക്കാം. ഓരോ മാസവും 5 പേർക്ക് ലിസ്റ്റ് ഇട്ടിട്ട്, അങ്ങനെയാണെങ്കിൽ 12 മാസം, ഇവിടെ ആരെങ്കിലും ഒന്ന് കാൽക്കുലേഷൻ ചെയ്ത് പറയാ, 12 മാസം ആകുന്ന സമയത്ത് എത്ര പേർക്ക് എടുത്തു കൊടുത്തിട്ടുണ്ടാവും? ഒരു മാസം 5 പേർക്ക് 1500 കോയിൻസ് 1 CR കടമുള്ള ആത്മഹത്യാ വക്കിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു മാസം 5 പേർക്ക് 1500 കോയിൻസ് എടുത്തു കൊടുത്തതാണെങ്കിൽ, ഇവിടെ കണക്കിൽ എല്ലാവരും ബേക്കിലാന്ന് തോന്നല്ലേ, അതായത് 60 എടുത്തു കൊടുത്തിട്ടുണ്ടാവും. എത്ര? 60 എടുത്തു കൊടുത്തിട്ടുണ്ടാവും ഒരു കൊല്ലത്തില്. ഒരു അപ്പൊ കൊല്ലത്തിൽ ഇത് 60 ആൾക്ക്, ഒരു കൊല്ലത്തിൽ 60 ആൾക്ക്. ഇവിടെ 1 CR ഉണ്ടാക്കാൻ വേണ്ടിട്ട് 60 പേർക്ക് എടുത്തു കൊടുക്കണ്ട, 60 പേർക്ക് എടുത്തു കൊടുക്കണ്ട. നിങ്ങൾ ഒരു 40 പേർക്ക് 1500 കോയിൻസ് എടുത്തു കൊടുത്തു. അത് നിങ്ങൾ, ഞാൻ പറയുന്ന ലൈഫിൽ ഇപ്പൊ എന്ന് വെച്ചാൽ 1 CR കടമുള്ള വ്യക്തി അവരെന്ത് ചെയ്താലാണ് ഈ കടം വീടാൻ പറ്റുക? നാട്ടിൽ നിന്നുകൊണ്ട് വീടാൻ പറ്റുമോ? ഒരു പ്രവാസിക്ക് ആ പ്രവാസത്തിൽ 40,000 50,000 രൂപക്ക് ജോലിക്ക് നിന്നുകൊണ്ട് വിടാൻ പറ്റോ? ഒരു കൊല്ലം കൊണ്ട് 2 കൊല്ലം കൊണ്ട് 3 കൊല്ലം കൊണ്ട് വിടാൻ പറ്റോ? ഈ 1 CR കടം വീടണമെങ്കിൽ നിങ്ങൾ ഒരു 40 പേർക്ക് ഒരു 1500 കോയിൻസ് നിങ്ങൾ എടുത്തു കൊടുക്കുന്നു. എടുത്തു കൊടുക്കുമ്പോൾ ആ ഫാമിലി രക്ഷപ്പെട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ ഈ 40 പേർക്ക് എടുത്തു കൊടുക്കുന്ന സമയത്ത് ഏകദേശം 20-25 ലക്ഷം രൂപ നിങ്ങളെ വരുമാനമായിട്ടുണ്ടാവും. നിങ്ങൾക്ക് അത് കൂടാണ്ട് നിങ്ങളെ വാലറ്റിൽ 10,480 കോയിൻ ഉണ്ടാവും. 10,480. ഇത് $1 ആയാൽ പോലും, ഒരു കോയിൻസിന് $1 ആണെങ്കിൽ കൂടി 10 ലക്ഷം രൂപ. ഒരു കൊല്ലത്തിന്റെ ഉള്ളിൽ ഇതൊരു $10 ആയാൽ 1 CR. ഒരു കൊല്ലത്തിന്റെ ഉള്ളിലോ 2 കൊല്ലത്തിന്റെ ഉള്ളിലോ, ഇനി ആയിക്കോട്ടെ ഒരു 3 കൊല്ലം ആയിക്കോട്ടെ, 1 CR കടമുള്ള വ്യക്തിക്ക് അയാൾ 10 കൊല്ലം കടം വിടാൻ പറ്റുന്നില്ല അല്ലെ. ഇന്ന് ഒരു വീടിന്റെ ലോണ്, ഒരു ഫോണിന്റെ EMI അടിച്ച് എല്ലാ മാസം കൃത്യമായി അടക്കാൻ പറ്റുന്നില്ല. ഒരു ഫോണിന്റെ EMI എല്ലാ മാസം കൃത്യമായി അടക്കാൻ പറ്റുന്നില്ല. ആ സമയത്താണ് ഫ്രണ്ടിനെ വിളിച്ച്, അയൽവാസിനെ വിളിച്ച് അല്ലെ, ഫാമിലിയെ വിളിച്ചിട്ട് ഒന്ന് ഒരു 5000 രൂപ ഇട്ടരോ, EMI ഇപ്പൊ കട്ടാവും അല്ലെ എന്ന് പറഞ്ഞു നിൽക്കുന്ന ആൾക്കാർ ഈ 1 കോടി രൂപ കടം നിങ്ങൾക്ക് നമ്മൾ നെഞ്ചത്ത് കൈവച്ചിട്ട് നമുക്ക് പറയാൻ പറ്റോ 5 കൊല്ലം പണിയെടുത്ത് ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റോ? ജീവിതം തന്നെ ജീവിക്കാൻ പറ്റുന്നില്ല. ജീവിതം തന്നെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പെടാപ്പാട് പെടുന്ന ആൾക്കാരാണ്. ഈ 40 പേർക്ക് എടുത്തു കൊടുക്കുന്ന സമയത്ത് 20-25 ലക്ഷം രൂപ നിങ്ങൾ എന്താക്കിയിട്ടുണ്ടാവും? നിങ്ങൾ വരുമാനം വാങ്ങിച്ചിട്ടുണ്ടാവും. അത് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളെ ലൈഫ് നിങ്ങൾ എൻജോയ് ചെയ്ത് നിങ്ങൾ ജീവിച്ചോ. നിങ്ങളുടെ ലൈഫ് നിങ്ങൾ എൻജോയ് ചെയ്ത് 20-25 ലക്ഷം രൂപ നിങ്ങൾ ജീവിച്ചോ. പക്ഷെ ഇവിടെ കിട്ടുന്ന കോയിൻ ഉണ്ട് 10,480 കോയിൻ. ഈ കോയിൻസ് നിങ്ങൾ ഒരു 2 കൊല്ലത്തിന്റെ ഉള്ളിൽ, 3 കൊല്ലത്തിനുള്ളിൽ ആയിക്കോട്ടെ, 2 കൊല്ലത്തിന് ആയിക്കോട്ടെ, ഇതൊരു $10 ആണ്, 1 CR അല്ലേ. നിങ്ങൾ എന്താ ചെയ്തതാകാം? ആകെ നിങ്ങൾ ചെയ്തത് ഒരു 1500 കോയിൻ എടുത്തു. നിങ്ങളെപ്പോലെ ഒരുപാട് പാവപ്പെട്ട ഫാമിലിക്ക്, ഒരു 40 പാവപ്പെട്ട ഫാമിലിക്ക് 1500 കോയിൻസ് എടുത്തു. ഓക്കെ, ഈ 40 പേര് എന്ത് ചെയ്യുന്നില്ല? ഒന്നും ചെയ്യുന്നില്ല. 40 പേര് അവര് അതിനെ ഹോൾഡ് ചെയ്ത് പിടിച്ചു. അവർക്ക് എന്തെങ്കിലും നഷ്ടം വന്നോ? അവർക്ക് എന്തെങ്കിലും 1 രൂപ അവർക്ക് നഷ്ടം വന്നോ? അവർക്ക് 1 രൂപ പോലും നഷ്ടം വന്നിട്ടില്ല. ഇനി 40 പേർക്ക് നിങ്ങൾ ഇപ്പൊ ഒരു ഷംസീറ, ഞാൻ അല്ലെങ്കിൽ ഷംസീറ എന്ന് പറയുന്ന ലേഡി എടുത്തു കൊടുക്കുന്നു. ഈ ഷംസീറ 40 പേർക്ക് എടുത്തു കൊടുക്കുന്ന സമയത്ത് ഇതിന്റെ താഴത്തായിട്ട് പ്ലേസ്മെന്റ് നടക്കില്ലേ? ഈ വന്ന ഓരോ വ്യക്തികളും ഹാപ്പി ആവില്ലേ? ഒരു മാസം മിനിമം ഒരു 1000 രൂപ അവർക്ക് വരുമാനം വരൂലേ? അപ്പൊ ഇവിടെ അപ്ലൈൻ ആക്റ്റീവ് ആയാലും ഇവർക്ക് വരുമാനം വാങ്ങിക്കാൻ പറ്റുന്നില്ലേ? ആ സിസ്റ്റം അനുസരിച്ചിട്ട് അല്ലെ? അപ്പൊ ഇവിടെ വർക്ക് ചെയ്യുന്നത് എല്ലാവർക്കും ഒരുപോലെ വരുമാനം ഉണ്ട്. ഇനി ഇതിൽ ഗ്ലോബൽ പൂള്, ഏറ്റവും വലിയ ബ്യൂട്ടി ആയ ഗ്ലോബൽ പൂള്, അത് ഒരിക്കലും ഈ ഒരു ബിസിനസിന്റെ കാര്യമാണ്. പക്ഷെ അതിനെ ഒരിക്കലും ഞാൻ എടുത്ത് പറയത്തില്ല. ആരാ സൗണ്ട് വെക്കുന്നത്?
ഈ ഒരു ഗ്ലോബൽ പൂൾ എന്ന് പറയുന്നത് ഞങ്ങൾ ഇവിടെ ജോയിൻ ചെയ്തു. ഞങ്ങൾ ഇവിടെ ജോയിൻ ചെയ്തതിന് ശേഷം അതായത് 300 കോയിൻസിനും 1050 കോയിൻസിനും ഗ്ലോബൽ പൂൾ സ്റ്റാർട്ട് ചെയ്യുന്നല്ലേ. ഈ രണ്ട് സിസ്റ്റത്തിന് ഗ്ലോബൽ പൂൾ എന്താ ഗ്ലോബൽ പൂൾ? അതായത് ഞങ്ങൾ ഒരു 1050 കോയിൻസ് എടുത്തു. ഞാനൊരു 100ാമത്തെ വ്യക്തിയാണ്. 101ാമത്തെ വ്യക്തിയാണ് സജിന എന്ന് പറയുന്ന മാം. സജിന മാം 1050 കോയിൻ എടുക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? $180 ഈ താഴത്തുള്ള 100 പേർക്ക് തുല്യമായിട്ട് ഡിസ്ട്രിബ്യൂഷൻ നടക്കും. ഇന്ത്യൻ മണിയിലാണെങ്കിൽ 16,200 രൂപ അല്ലെ, ഏകദേശം 16,200 രൂപ. ഈ 100 പേർക്കും സജിനെ അടക്കം 101 പേർക്കും തുല്യമായിട്ട് ഗ്ലോബൽ പൂൾ ഡിസ്ട്രിബ്യൂഷൻ നടക്കും. അത് ചിലപ്പോൾ ഡെയിലി 10 രൂപയായിരിക്കാം, ഡെയിലി 50 രൂപയായിരിക്കാം, ഡെയിലി 500 രൂപയായിരിക്കാം, ഡെയിലി 1000 രൂപയായിരിക്കാം, ഡെയിലി 5 രൂപയായിരിക്കാം അല്ലെ. ബിസിനസ്സിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കാം. അതുപോലെ ഇവിടെ വാങ്ങിക്കാൻ അവസരമില്ലേ? മറ്റുള്ളവർ പണിയെടുക്കുന്ന ആ ഒരു വിയർപ്പിന്റെ അംശം പോലും ഞങ്ങൾക്ക് ഇവിടെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇവിടെ സിസ്റ്റം എന്ന് പറയുന്നത് വലുതാണ്. മനസ്സിലാക്കേണ്ടത് ഇത് കാലഘട്ടത്തിന്റെ ബിസിനസ്സാണ്, ടെക്നോളജി ആയിട്ടുള്ള ബിസിനസ്സാണ്. കാലഘട്ടത്തിനനുസരിച്ച് ഞങ്ങൾ ബിസിനസ് ചെയ്യുക. ഇന്ന് ലോകത്ത് 90% ആളുകളും സക്സസ് ആയത്, ഫിനാൻഷ്യലി ഓക്കെ ആയത്, സാമ്പത്തികം അവർക്ക് ഉണ്ടാക്കിയത് സാധാരണ ചെറുകിട ബിസിനസ് ചെയ്തിട്ടല്ല, ഇതുപോലെ ടെക്നോളജി ആയിട്ടുള്ള ബിസിനസ് ചെയ്തിട്ടാണ്. അപ്പൊ അതിന് ആ ടെക്നോളജിയിൽ എന്തൊക്കെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റണം, ഞങ്ങൾ ഈ ഏജിൽ ഞങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇനി ഇത് ഞങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഇപ്പം നിൽക്കുന്ന നിലവിലെ സിറ്റുവേഷൻ ഞങ്ങൾക്ക് എങ്ങനെ മാറ്റാൻ പറ്റും, അതിന് നിങ്ങൾക്ക് ഒരു കൃത്യമായ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ ബിസിനസ്സിലേക്ക് ആരും വരണ്ട അല്ലെ, ഒരാളും ചെയ്യണ്ട. പക്ഷെ ഒരാൾക്ക് ഒരു ചോദ്യചിഹ്നമാണ് ഒരു നമ്മളെ ലൈഫെങ്കിൽ ഈ ബിസിനസ് ധൈര്യമായിട്ട് കൊടുക്കാം. ഇപ്പൊ എനിക്കൊരു 3 പെൺകുട്ടികളുണ്ട്. അന്ന് ഞാൻ ഈ ബിസിനസ് ചൂസ് ചെയ്തിട്ടില്ല 2023. അന്ന് ഞാൻ വരുന്ന സമയത്ത് 15 ലക്ഷം രൂപ എന്റെ കടം. 15 ലക്ഷം രൂപ ഓട്ടോമാറ്റിക് കട വീട്ടുമുറ്റത്ത് ആള് വന്നിരിക്കുന്ന ടൈമിലാണ് ഞാൻ ബിസിനസ്സിൽ കാലെടുത്ത് വെച്ചത്. അന്ന് ഞാൻ ഇതിൽ വന്നിട്ടില്ലെങ്കിൽ ഈ 15 ലക്ഷം രൂപ എന്റെ ഹസ്ബൻഡിന് വീഴാൻ പറ്റുമോ 2 വർഷം കൊണ്ട്? ഒരിക്കലും പറ്റത്തില്ല. നാട്ടിൽ ഒരു 1000 രൂപന്റെ ജോലി എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം 10 കൊല്ലം പണിയെടുത്താലാണ് 12 ലക്ഷം രൂപക്ക് മാറ്റി വെക്കാൻ പറ്റുക. ഒരു മാസം 10,000 മാറ്റി വെച്ചാൽ പോലും എന്റെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന ഒരു 4 വീൽ വണ്ടി അത് എനിക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? ഇന്ന് ഞാൻ എനിക്ക് ഉണ്ടാക്കിയെടുത്ത ഗോൾഡ് അത് എനിക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? ഞാൻ ഇന്ന് മലേഷ്യ, തായ്ലാന്റ് ഏകദേശം 2 വർഷം കൊണ്ട് 30 ലാക്ക് ഞാൻ ഉണ്ടാക്കി, എനിക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? അപ്പൊ ഇവിടെ ഞാൻ ചെയ്തത് എന്താണ്? ഞാൻ ഈ സിസ്റ്റത്തെ കുറിച്ച് പഠിച്ചു, മനസ്സിലാക്കി, ഇതിനെ ഞാൻ കൂടെ കയറി നിന്നു, ഇതിന്റെ ഓരോ കാര്യങ്ങൾ ചെയ്തു. സിസ്റ്റങ്ങൾ സെയിം ആണ്, എനക്കുള്ളതും സജിനാക്കുള്ളതും ഷംസിറ മാമിനും ഉമ്മൂസിന് എല്ലാവരും സെയിം സിസ്റ്റം, ഇഷാക്ക് ഒക്കെ സെയിം സിസ്റ്റം. പക്ഷെ ഞങ്ങളെ മെന്റാലിറ്റി, ഞങ്ങൾ എന്തെങ്കിലും സംഭവിച്ചാൽ എന്നെ കൊണ്ട് ഇത് പറ്റത്തില്ല, എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല. ഞങ്ങളുടെ ഏതൊരു വ്യക്തിന്റെ മരണം വരെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഞങ്ങൾ ഒരാളും രക്ഷപ്പെടുത്താനും വരൂല അല്ലെ. ഞങ്ങൾ ഒരാള് പോയി ഞങ്ങളെ ഫാമിലിയിൽ നിന്നോ നമ്മളെ ഫ്രണ്ട്സ് ഒക്കെ ചിലപ്പോ ഒരു ദിവസം 1000 രൂപ കിട്ടും. പൈസ എന്ന് പറഞ്ഞാൽ വളരെ ഡേഞ്ചർ ആണ് അല്ലെ. കടം കൊടുത്തതിനെ പെട്ടു, കടം കൊടുത്തതിനെ പല ബന്ധങ്ങൾ, രക്തബന്ധങ്ങൾ പോലും ഇല്ലാണ്ടായിട്ടുണ്ട് അല്ലെ. ഒരു പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, ഒരു പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്നേഹം ഉണ്ടാവും, 2ാമത്തെ പ്രാവശ്യം കൊടുക്കുന്ന സമയത്ത് സ്നേഹം ഉണ്ടായില്ല. പക്ഷെ അവിടെ രക്തബന്ധങ്ങൾ പോലും ഫ്രണ്ട്ഷിപ്പ് പോലും വിള്ളല് വന്നല്ലേ. നമ്മൾ എത്രയോ ഫാമിലി, നമ്മളെ ഭാര്യ ഭർത്ത ബന്ധം പോലും ഞങ്ങൾക്ക് ഇല്ലാണ്ടാകുന്നില്ലേ. പല വീടുകളിൽ പോലും ഭാര്യ ഭർത്ത ബന്ധങ്ങൾ പോലും ആ പൈസയുടെ പേര് ഇല്ലാണ്ടാകുന്നില്ലേ. കാരണം സ്വാഭാവികമാണ്, ചിലപ്പോൾ പൈസ ഇല്ലാത്ത സിറ്റുവേഷനിൽ ഹസ്ബൻഡ് ചൂടാവും, ഭാര്യ അതിലും വേറെ ചൂടുകളെ. ഞങ്ങൾക്ക് എന്താണ്, ഞങ്ങളുടെ പ്രശ്നങ്ങൾ മാറുന്നില്ല. ഭർത്താവിന് എന്താണ്, അവിടെ വന്നു ഡെയിലി കടന്നുറങ്ങി, അവർക്ക് തലയിൽ എപ്പോഴും എന്താണ്, മക്കളെ ഫീസ്, പെൺകുട്ടിന്റെ കല്യാണം, വീട്, ലോണ്, കാര്യങ്ങൾ. ഞങ്ങൾക്ക് ഭാര്യമാർക്ക് ഇതൊന്നും അറിയണ്ടല്ലേ. ഞങ്ങൾക്ക് നല്ല, ഞങ്ങളൊക്കെ ഇപ്പൊ ഈ സൂമിൽ ഇരിക്കുന്ന എല്ലാ ഭാര്യമാരും അത് ഏറ്റെടുത്തത് കൊണ്ട് ഇവിടെ ഇരുന്നത്. പക്ഷെ ഇതൊന്നും അറിയാണ്ട് ഭർത്താവ് കടം വീടട്ടെ എന്ന് പറഞ്ഞ് എത്ര ഭാര്യമാർ ഇരിക്കുന്നുണ്ട്. അവർ ഞങ്ങളെപ്പോലത്തെ മനുഷ്യന്മാർ തന്നെയല്ലേ. ഭർത്താവിന് ഇമോഷണൽസ് ഉണ്ടാവില്ലേ അല്ലെ, ഭർത്താവിന് ഡിപ്രഷൻ ഉണ്ടാവില്ലേ, വിഷാദം ഉണ്ടാവില്ലേ. ഭർത്താക്കന്മാർക്ക് എല്ലാം, ഭർത്താവ് പച്ചയായ മനുഷ്യന്മാരാണ്. അവരാണ് എന്ന ഒരു ജെൻസി എന്നുള്ളതിന്റെ പേരിൽ അവരെന്തൊക്കെ ത്യാഗം ചെയ്യും. ഞങ്ങൾക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ? ജെൻസിന് മാത്രം ഞങ്ങൾക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ? അവർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ അതൊക്കെ വരെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇന്ന് ലേഡീസിന് ബിസിനസ് ചെയ്യാൻ പറ്റാം. ലോകത്ത് നിങ്ങൾ എടുത്ത് നോക്കേണ്ട ലേഡീസിന് ഏറ്റവും കൂടുതൽ ബിസിനസ് ചെയ്യാൻ പറ്റും അല്ലെ. ഭർത്താവിന് ചെയ്യുന്ന അതിനേക്കാട്ടും മുകളിൽ ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ലേ. ഞാൻ പ്രൗഡോടെ പറയുന്നുണ്ട്, എന്റെ ഭർത്താവ് ഈ 43 വയസ്സിൽ ഉണ്ടാക്കിയതിനെ കാട്ടി 1000 മടങ്ങ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ സജിനെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇവിടെ ഷംസീദ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെ. ഉണ്ടാക്കിയിട്ടുണ്ട്. ഷംസീദാന്റെ ഹസ്ബൻഡ് 3 മാസം കൊണ്ട് 2 ലക്ഷം രൂപ ഷംസീദാന്റെ ഈ ഇന്നേ വരെ അവരുണ്ടാക്കിയിട്ടുണ്ടോ? ഒരിക്കലും ഉണ്ടാക്കിയിട്ടില്ല. അത് ഞങ്ങൾക്കറിയാം. ഇവിടെ നിൽക്കുന്ന എത്ര പേര്, ഇവിടെ അക്കൗണ്ടിങ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അക്കൗണ്ടിങ് എന്നൊക്കെ പറയും വലിയ പേരാണ്, പക്ഷെ ഒരു മാസം 40,000 രൂപയ്ക്ക് സാലറി അല്ലേ. ഇതിനെ ഒന്ന് മനസ്സറിഞ്ഞ് ചെയ്ത്, ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങൾക്ക് ഈ 42,000 വേണ്ടേ? ഞാൻ ഒറ്റൊരു കാര്യം 42,000 നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾ യത്തീം കാണി 42,000 കൊണ്ടുപോയി കൊടുക്കുക. പക്ഷെ നിങ്ങൾ ഒരു 1050 കോയിൻസ് ആർക്കെങ്കിലും എടുത്തു കൊടുക്കുക.
നിങ്ങൾക്ക് പൈസക്ക് ആവശ്യമില്ലെങ്കിൽ കിട്ടുന്ന 42,000 രൂപ ഏതെങ്കിലും ഒരു പാവപ്പെട്ട പെൺകുട്ടിനെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിയത്തി വെച്ചാൽ 42,000 കൊടുത്തോ. ചിലപ്പോൾ ഞങ്ങൾ ഇതിൽ കയറി വന്നു, ഞങ്ങൾ പറയുന്നത് എനിക്ക് 42,000 രൂപ, എനിക്ക് പൈസന്റെ ആവശ്യമൊന്നും ഇല്ല, ഞാൻ ഫിനാൻഷ്യലി പക്ഷേ അത് ഒരു 1,500 കോയിൻസ് ഞാൻ എടുക്കാം, അത് എന്ത് ചെയ്യാം, ഞാൻ 2 കൊല്ലത്തിന് അത് ഒരു 10-20 ലക്ഷം ഞാൻ വിറ്റോളാം, എനിക്ക് 42,000 ആവശ്യമില്ല. ഞാൻ പറയുന്നത് നിങ്ങൾ അത് ചെയ്യരുത്. ഈ 42,000 രൂപ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ കൂടി നിങ്ങൾ ഒരു യത്തീം കുട്ടിക്ക് നേർച്ചയാക്കിയിട്ട് ആ 42,000 രൂപ നിങ്ങൾ കൊണ്ടുപോയിട്ട് കൊടുക്ക്. എന്നിട്ട് എന്ത് ചെയ്യാ, ഒരു ഫ്രണ്ട്സുകൾക്ക് നിങ്ങൾക്ക് എടുത്തു കൊടുക്കുമ്പോൾ ഒരു പാവപ്പെട്ട ഒരു ഫ്രണ്ട് ആയിരിക്കാം, അതായത് എക്സാമ്പിൾ ഇപ്പൊ എന്നെ പോലെ ഫ്രണ്ട് എന്ന് വിചാരിക്കും. ഒരു എക്സാമ്പിൾ ചിലപ്പോൾ ഇവിടെ പാവപ്പെട്ടത് ചിലപ്പോൾ പലർക്ക് ഇഷ്ടപ്പെടില്ല, അതുകൊണ്ട് ഞാൻ എന്നെ പറയുന്നത്, എനിക്ക് നിങ്ങൾ 40 ഒരു 1,500 കോയിൻസ് എടുത്തു തന്നു. എനിക്ക് 3 പെൺകുട്ടികളാണ്, എനിക്ക് 1,500 കോയിൻസ് അന്ന് ഇല്ലാസ്ക്ക് എടുത്തു തന്നു. ഇല്ലാസ്ക്ക് എടുത്തുന്ന സമയത്ത് ഇല്ലാസ്കാർക്ക് പൈസന്റെ ആവശ്യമില്ല വിചാരിക്കും. ഇല്ലാസ്ക്ക് എന്ത് ചെയ്തു, ആ 42,000 രൂപ ഇല്ലാസ്ക യത്തീംഖാനയിൽ എവിടെ ഇല്ലാസ്ക്ക് കൊണ്ടുപോയി അത് കൊടുത്തു. പക്ഷെ ഇല്ലാസ്ക്ക് എനിക്ക് എടുത്തു തന്നത് എന്തിനാണ്, ഞാൻ രക്ഷപ്പെടാനാണ് അല്ലെ. അപ്പൊ ഇതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇല്ലാസ്ക എന്നെ എടുത്തിട്ട് ഇല്ലാസ്ക എന്നെ തിരിഞ്ഞു നോക്കിയില്ല വിചാരിക്കും. ഇല്ലാസ്ക ഞാനായിട്ട് ഒരു ബന്ധങ്ങളും ഇല്ല, പക്ഷെ ഞാൻ ഇതിന്റെ ബ്യൂട്ടി മനസ്സിലാക്കി എനിക്ക് 10 ലക്ഷം രൂപ 1 കോടി രൂപ ഞാനിവിടെ ഉണ്ടാക്കിയില്ലേ. ഇല്ലാസ്ക എന്തെങ്കിലും അറിഞ്ഞോ. അപ്പൊ ഇതേപോലെ ഒരു ചാരിറ്റി ആയിട്ട് നിങ്ങളെ വീട്ടിന്റെ അടുത്തുള്ള ഏതെങ്കിലും ഒരു പാവപ്പെട്ട വീട് ഉണ്ടെങ്കിൽ അപ്പൊ ചോദിക്കും, പാവപ്പെട്ട വ്യക്തികൾ എങ്ങനെ 95 എടുക്കും, കൊടുക്കണ്ട. ആ പാവപ്പെട്ട വീട്ടിന്റെ കയ്യിൽ ഒരു കമ്മല് പോലും ഇല്ലാത്ത ആളുണ്ടാവില്ലല്ലോ, ഒരു എന്ത് ചെയ്യാ, 28,000 300 കോയിൻസ് എടുത്തു കൊടുക്കാം അവർക്ക്. അവരോട് പറയാ, ഇത് ഇങ്ങനെയാണ്, ഇത് ഇത്ര വർഷം ഇത്ര കിട്ടും, ഇത് സിസ്റ്റം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് അവർക്ക് ഇതിന്റെ കോയിൻസ് എടുത്തു കൊടുക്കാം. ഇനി ആ 28,000 കോയിൻസ് നിങ്ങൾക്ക് ആ 12,000 കിട്ടും. 12,000 വേണ്ടേ, നിങ്ങൾ നേർച്ചാക്കരുത്, ചാരിറ്റിയിൽ കൊടുത്തോ, നിങ്ങൾ കൊടുത്തോ ആണെങ്കിൽ. പക്ഷെ നിങ്ങൾ ആ പാവപ്പെട്ട വീടിനെ രക്ഷപ്പെടുത്തി എടുക്കുന്നില്ല അല്ലെ. നിങ്ങൾ ആ പാവപ്പെട്ട നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ആ പാവപ്പെട്ട വീട് ചിലപ്പോൾ ഒരു 1,000, ചിലപ്പോൾ ഒരു 1-2 പവൻ അവരെ കയ്യിലേക്ക് ഉണ്ട്. അങ്ങനെ വന്ന ആൾക്കാരെ എനിക്കറിയാം. മകളുടെ കല്യാണത്തിന്, അതായത് വീട്ടിന്റെ ഉള്ളിൽ നിന്ന് അപ്പങ്ങളും ജിലുവകളും, അതായത് ലഡു ജിലാബിയൊക്കെ ഉണ്ടാക്കി വെച്ച് വിറ്റു. മകളുടെ കല്യാണത്തിന് 2-3 വർഷത്തിന് ശേഷമുള്ള മകളുടെ കല്യാണത്തിന് സ്വർണ്ണങ്ങൾ സ്വരൂപിച്ച് വെച്ചൊരു ഫാമിലി ഉണ്ട്. അവർ ഇന്ന് ഈ ബിസിനസ്സിലുണ്ട്. ഞാൻ ആളെ പേര് പറയുന്നില്ല, അവർ ഇന്ന് ഈ ബിസിനസ്സിലുണ്ട്. 1,500 കോയിൻസ് എടുത്തിട്ട്. അപ്പൊ അവര് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ഒരു 2 പവന് എന്റെ മോളെ കല്യാണത്തിന് ഞാൻ എടുത്തു വെച്ചൊരു സ്വർണ്ണം, എന്റെ ഹസ്ബൻഡിന് കൂലിപ്പണിയാ, ഞാൻ വീട്ടിൽ നിന്ന് അപ്പങ്ങൾ ഉണ്ടാക്കിയത് എടുത്തു വെച്ചത്. പക്ഷെ ഈ 2 പവൻ കൊണ്ടുപോയിട്ട് ഞാൻ പണയം വെച്ചിട്ട് തഫ്സി ബിസിനസ്സിലേക്ക് വരുന്നു. അവര് വന്നു, ബിസിനസ്സിലേക്ക് വന്നു, അവർ 2 പേരെ ആഡ് ചെയ്തു. പക്ഷെ ഞാനിപ്പോ ഉള്ള ഒരു ഫാമിലി ആണെങ്കിൽ ആ അവര് സ്വർണ്ണങ്ങൾ വെച്ചു. 2 വർഷം കഴിഞ്ഞ് ഈ സ്വർണത്തിന് ചിലപ്പോ ഏകദേശം ഒരു 1 ലക്ഷം രൂപന്റെ സ്വർണ്ണമാണ്, ചിലപ്പോൾ 2 ലക്ഷം രൂപ ആയിരിക്കാം. പക്ഷെ ഈ ഒരു കോയിൻസിന്റെ മഹത്വം എന്താണ്, അവർക്ക് 2 വർഷത്തെ അവർക്ക് ഒരു 2 പേർക്ക് എടുത്തു കൊടുത്താൽ പോലും 80,000 രൂപ അവർക്ക് കിട്ടിയ അവർക്ക് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഈ രീതിയിൽ നിങ്ങൾക്ക് ചെയ്തുകൂടെ. നിങ്ങളെ മുന്നിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് ചിലപ്പോ ഒരു 95,000 രൂപന്റെ പ്ലാൻ എടുക്കാൻ പറ്റത്തില്ല. ചിലപ്പോ അവര് അത്രയും ബുദ്ധിമുട്ടിലായിരിക്കാം. ഒരു 300 കോയിൻസ് മിനിമം എടുത്തു കൊടുക്കാം. ഞങ്ങൾ അല്ലെങ്കിൽ അവരോട് ചെയ്യുന്ന ഒരു ചതിയാണ്. ഇന്നലെ എന്നോട് അബു ചോദിച്ചിട്ടുണ്ട്, തഫ്സി എങ്ങനെയാണ് HC എടുക്കാൻ പറ്റുക. ഞാൻ അബു, HC കയ്യിൽ നിന്ന് വിട്ടുപോയി. HC റോക്കറ്റ് പോലെ പോകുന്നു ഇപ്പൊ. ഞാൻ ഇപ്പൊ എന്റെ ഫോണിൽ നോക്കി, HC ഞാൻ ആകെ സ്റ്റെക്കഡ് ആയിട്ടുള്ളൂ. HC റോക്കറ്റ് പോകുമ്പോലെ പോകുന്നു. HC എന്ത് ചെയ്തു, ഇന്നലെ 2.80 ഉണ്ടായിന്. ഇന്നലെ ഒരു 100 HC എടുത്ത് ഇന്ന് വിറ്റവർക്ക് അതിലൂടെ എത്ര ലാഭം ഉണ്ടായിട്ടുണ്ടാവും ഇന്നലെ. അപ്പൊ ഇപ്പൊ HC ഏകദേശം $3.5. 17-ാം തീയതി ടാക്റ്റിൽ ഓപ്പൺ ആവുന്നില്ല, ഞങ്ങളെ മുന്നത്തെ പ്രൊജക്ട് സിസ്റ്റങ്ങൾ ഓപ്പൺ ആവുന്നു. HC വീണ്ടും എന്ത് ചെയ്യും, അത് ഹൈപ്പിലേക്ക് വീണ്ടും പോകും. അപ്പൊ അത് എങ്ങനെ എടുക്കണമെന്ന് പല വ്യക്തികൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്. അത് ഞങ്ങളെ കൈവെള്ളയിൽ നിന്ന് പോയി. ഇപ്പൊ ഞങ്ങളെ കൈവെള്ളയിൽ ഇരിക്കുന്നത് കോയിൻഫോസിന്റെ കോയിനാ. ഈ കോയിൻസ്, ഈ HC എന്താണോ നിങ്ങൾ, HC 2 വർഷം കൊണ്ടല്ലേ സംഭവിച്ചേ. 2023 ഒക്ടോബറിൽ ഞാൻ വന്നത്. അതേപോലെ കൈവെള്ളയിൽ നിൽക്കുന്ന ഈ ഒരു കോയിൻഫോസിന്റെ കോയിന് 2 വർഷം കൊണ്ട് ഈ രീതിയിൽ പോകുന്നില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അന്ന് നിങ്ങൾ പറയുമോ, എനിക്കിത് ആരും പറഞ്ഞു തന്നിട്ടില്ല എന്ന്? അന്ന് ഞാൻ ഫ്രീ ആയിട്ട് ഏൺ ചെയ്തിട്ടുണ്ട്. അമീൻഖാന്റെ ഒക്കെ കയ്യിൽ 30,000 40,000 കോയിൻ ഉണ്ട്. ചിന്തിക്ക, 30,000 40,000 കോയിൻസിന് ഒരു 1000 രൂപയാണെങ്കിൽ കൂടി ആ കോയിൻസിന്റെ വാല്യൂ എന്താണ്? എത്തേറിയം കോയിൻ അവരൊക്കെ ഇഷ്ടം പോലെ 22 രൂപന്റെ എത്തേറിയം. അപ്പൊ ഇവിടെ ഏൺ ചെയ്യാൻ പറ്റുന്ന പ്ലാറ്റ്ഫോമാണ്. വലിയ രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റും. ഇവിടെ ആരെങ്കിലും ന്യൂ ആയിട്ടുള്ള ആള് അവസാനം ഉണ്ടോ? ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യാൻ, ഞങ്ങൾ മനസ്സിലാക്കി. പുതിയ ആള് 2 ആളുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യാൻ. ഞങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞങ്ങൾ കാലഘട്ടത്തിന്റെ ബിസിനസ്സാ ചെയ്യുന്നത്. ഒരാളെയും പറ്റിക്കാണ്ട്, ഒരാളെ 1 രൂപ വഞ്ചിക്കാണ്ട് നെഞ്ചത്ത് കൈവച്ച് ഞങ്ങൾക്ക് മറ്റൊരാളെ രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റുന്ന ഒരു വലിയ മഹത്തായ മേഖലയാണ് ഞങ്ങളുള്ളത്.
ഇത് നിങ്ങൾ മനസ്സിലാക്കുന്ന ബാട്ട സംവിധായം പണ്ട് ഞങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ, അതും കൂടി പറഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യാം. ബാട്ട സംവിധായം എന്ന് പറയുമ്പോൾ പണ്ട് പകരത്തിന് പകരം സാധനം കൊടുക്കണം. അത് ആ കാലഘട്ടം കഴിഞ്ഞു. ഇനി ഞങ്ങൾ പണ്ട് മൺമറഞ്ഞു പോയ ആൾക്കാരെ വിളിച്ച് ചോദിക്കണം അല്ലെ, ആ കാലഘട്ടം ഉണ്ടായിനൊന്ന്. ഒരിക്കലും ഞങ്ങൾ കേട്ട് കേൾവി മാത്രമാണ് അല്ലെ. അത് കഴിഞ്ഞ് എന്ത് വന്നു നെക്സ്റ്റ് ഗോൾഡ് കൊടുത്ത് സാധനം വാങ്ങിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു. ഗോൾഡ് പോലും കടന്നുപോയി അല്ലെ. അതും ഞങ്ങളെ ഞങ്ങൾക്ക് അറിയത്തില്ല, പണ്ട് മരിച്ചുപോയ ആൾക്കാരെ വിളിച്ച് ചോദിക്കണം. അത് കഴിഞ്ഞ് നെക്സ്റ്റ് എന്ത് വന്നു, മെറ്റൽ കോയിൻസ് വന്നു, ഓട്ടണ കാലണ. അത് ഞങ്ങൾക്ക് അറിയത്തില്ല, പക്ഷെ വീട്ടിൽ നിന്ന് ഉമ്മാമയൊക്കെ പറയുന്നത് കേൾക്കാം, ഓട്ടണ കൊടുത്തിന് ഇത്ര അരി കിട്ടും, കാലണ കൊടുത്തിന് ഇത്ര കിട്ടും എന്നൊക്കെ. ആ കാലഘട്ടം കഴിഞ്ഞു. നെക്സ്റ്റ് എന്തിലേക്ക് വന്നു, പേപ്പർ മണിയിലേക്ക് നോട്ടുകെട്ടുകൾ വന്നു. നിങ്ങൾ ചിന്തിക്കേണ്ടത് ഈ ഒരു കാലം സഞ്ചരിക്കുന്ന പോക്കാണ്. ഞങ്ങൾ അറിഞ്ഞും അറിയാൻ ഞങ്ങൾ ചിന്തിക്കുമ്പോൾ കാലം എന്തിലേക്കാണോ കൊണ്ടുപോകുന്നത് അതിലേക്ക് ഞങ്ങൾ നെഞ്ചത്ത് കൈവച്ച് ഞങ്ങൾ പോകുന്നുണ്ട് അല്ലെ. ഇല്ല എന്ന് ഒരാൾക്ക് പോലും പറയാൻ പറ്റുന്നില്ല. ആ പേപ്പർ മണി വന്നപ്പോ ഒരു രാത്രി എഴുന്നേറ്റ് നോക്കുന്ന സമയത്ത് 1000-ന്റെതും 2000-ന്റെ നോട്ടുകൾ കാണാനില്ലേ, ഞങ്ങളത് അക്സെപ്റ്റ് ചെയ്തു. ലോകം എന്താണ് അതിലേക്ക് ഞങ്ങൾ പോകുന്നു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് എന്തിലേക്ക് വന്നു, പ്ലാസ്റ്റിക് കാർഡുകളിലേക്ക് ലോകം ഞങ്ങളെ കൊണ്ടുപോയി. ATM പേടിഎം കാർഡുകൾ, ഡെബിറ്റ് കാർഡുകളിലേക്ക് അത് ഞങ്ങൾ അംഗീകരിക്കുന്ന ആൾക്കാർ ഞങ്ങൾ മാറി. അത് കഴിഞ്ഞ് നെക്സ്റ്റ് എന്തിലേക്ക് വന്നു, ഞങ്ങൾ പറയുന്നുണ്ട് പ്ലാസ്റ്റിക് കാർഡുകൾ കഴിഞ്ഞപ്പോ അത് കഴിഞ്ഞ് ഞങ്ങൾ വന്നത് ഇലക്ട്രോണിക്കൽ മണി വന്നു. ഒറ്റൊരു കാര്യം ചോദിച്ചു നോക്കട്ടെ, എന്റേത് നിങ്ങൾ 37 വയസ്സാണെങ്കിൽ ഒരു 15 വയസ്സിന് സമയത്ത് എന്നോട് ആരെങ്കിലും വന്നിട്ട് പറയുന്നത് ഇലക്ട്രോണിക്കൽ മണിയുണ്ട്, കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, കൈനെ കൊണ്ട് തൊടാൻ പറ്റില്ല, ഓക്കെ, പക്ഷെ ഈ ലോകം മുഴുവൻ ഈ ഫണ്ട് കൈമാറുന്ന പറയുമ്പോൾ ആരെങ്കിലും വിശ്വസിക്കുമോ? കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, പക്ഷെ ഒരാളും വിശ്വസിക്കില്ല. പക്ഷെ ഇന്ന് ലോകം മുഴുവൻ ഗൂഗിൾ പേ ഫോൺ പേ യൂസ് ചെയ്യുന്ന ആൾക്കാരായിട്ട് മാറി അല്ലെ. ഇന്ന് ലോകം മുഴുവൻ ഗൂഗിൾ പേ ഫോൺ പേ യൂസ് ചെയ്യുന്ന ആൾക്കാർ ഇന്ന് മാറിക്കഴിഞ്ഞു. അപ്പൊ ഞങ്ങൾ അതിനും ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാർ. ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തെ കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. ലോകത്ത് വന്നു കഴിഞ്ഞു 99% ആളുകൾ, ഇന്ന് 99% ആളുകളും ലോകത്ത് സക്സസ് ആയത് ഇതേപോലെ ടെക്നോളജിയിലൂടെ പൈസ ഉണ്ടാക്കിയ ആൾക്കാരാണ്. അപ്പൊ ആ ഒരു സിസ്റ്റത്തെ കുറിച്ച് ഞാൻ പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ബിസിനസ്സിന് ആത്മാർത്ഥമായിട്ട് മനസ്സിലാക്കി. ഇനി 1500 എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, മിനിമം 300 കോയിൻസെങ്കിലും എടുത്ത് എന്ത് ചെയ്യുക, ആളുകൾക്ക് ഇത് എടുത്തു കൊടുക്കുക. ഒരു ചാരിറ്റി പോലെ അവരെ രക്ഷപ്പെടുത്തി എടുത്തു കൊടുക്കാം. പിന്നെ ചാരിറ്റി പോലെ രക്ഷപ്പെടുത്തി അവർക്ക് എടുത്തു കൊടുക്കാം. അപ്പൊ ഈ ഒരു സമയത്ത് ഞങ്ങളും രക്ഷപ്പെടും, അവരും രക്ഷപ്പെടും. അതിന്റെ ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും കംപ്ലീറ്റ്ലി കാര്യങ്ങൾ ഏകദേശം എനിക്ക് തോന്നുന്നു 3/4 മണിക്കൂർ എടുത്തിട്ട് 9 അല്ലെ 8:15 സ്റ്റാർട്ട് ചെയ്തെന്ന് തോന്നുന്നു. 8:15 8:20 സ്റ്റാർട്ട് ചെയ്തത്. 40 മിനിറ്റ് കൊണ്ട് ഞാൻ സൂം എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. A to Z കാര്യങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. ബാക്കി എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങളെ കൊണ്ടുവന്ന ആൾ ചോദിക്കാം. ഓക്കെ.